ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ധനലക്ഷ്മിയോട് വരുൺ പറയുന്നുണ്ട്, വിവാഹം തിങ്കളാഴ്ച നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. ഞാൻ എന്തായാലും ആ വീട്ടിൽ താമസമാക്കും. ഒറ്റെണ്ണത്തിനും അവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഏട്ടത്തി, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഏട്ടത്തിക്ക് ഈ പലിശ പണിയൊക്കെ ഉണ്ടല്ലേ, അത് ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ള ഒരാളെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, അനിരുദ്ധൻ സാറ്. അദ്ദേഹത്തോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് ജയിലിൽ പോയി കിടക്കാമെന്നും കരുൺ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേനും ധനലക്ഷ്മി ആണെങ്കിലോ, അങ്ങനെയൊന്നും പറയല്ലേ വരുണേ. നിനക്കെന്താ, 101 പവൻ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഈ കല്യാണത്തിന് മുൻകൈ എടുക്കുന്നത്. ഞാൻ നിനക്ക് തന്നിട്ടുള്ളൊരു വാക്കിൻ്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിനക്ക് കൺമണിയെ കെട്ടിച്ച് തന്നിരിക്കും. തിങ്കളാഴ്ച നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും. നടന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്രകാരമൊക്കെ സംഭവിക്കും ചേട്ടത്തി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നടക്കും വരുണേ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോകുലിനെ കേട്ടോ. അമ്മായിമാർ വരുന്നതും കാത്തു നിൽക്കുകയാണ് ഗോകുൽ. കാരണം ആ സന്തോഷ വാർത്ത പറയാനായിട്ട് കൃഷും കൺമണിയും തമ്മിലുള്ള വിവാഹം, പെണ്ണ് ചോദിക്കാൻ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അങ്ങനെ അമ്മായിമാർ വരുന്നു. എന്താ അമ്മായിമാരെ ഇത്ര വഴുകിയത്? ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട്? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്രിസാറും കൺമണിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നും പറയാട്ടോ ചെയ്യുന്നത്. എൻ്റെ പൊന്ന് ഗോകുലെ, നീ എപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടക്കാറില്ലടാ എന്ന് പറയുന്നുണ്ട്. അതല്ല അപ്പച്ചിമാരെ, കാരണം ഇന്ന് ക്രിസാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റാരെങ്കിലും ആയിരിക്കും. അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയതാരാ? അപ്പയാണ്. അപ്പ ഇറങ്ങിയതിന് ശേഷം തന്നെ പിന്നെ ക്രിസാറും ഇറങ്ങി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അച്ഛൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ പെണ്ണിനെ എനിക്ക് തരണം, എനിക്ക് ഇവളെ ഇഷ്ടമാണെന്നും ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. മാത്രമല്ല വീട്ടുകാർ ഉടനെ തന്നെ എത്തും ഇവിടെ പെണ്ണ് ചോദിക്കാനെന്നും പറഞ്ഞു. വരുണിന് എൻ്റെ കൺമണിയെ കെട്ടിച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തതിന് ശേഷമാണ് ക്രിസാർ ഇവിടുന്ന് പോയതെന്ന് പറയുന്നു കേട്ടോ. ഇതെല്ലാം സത്യം തന്നെയാണോടാ? ഇതെല്ലാം സത്യം തന്നെയാണ്. അമ്മായിമാരൊക്കെ ഇനി ആരാണ്? കാരണം അപ്പയെ ക്രിസാർ കല്യാണം കഴിച്ചാൽ അമ്മായിമാരുടെ പൊസിഷൻ എന്തായിരിക്കും? ഈ പാവപ്പെട്ട ഗോകുലം മറക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഗോകുൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അപ്പച്ചിമാർ സംസാരിക്കുന്നുണ്ട്. ക്രിസാർ ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചു, എന്നാൽ ആ കല്യാണം തന്നെ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും വരുണിൻ്റെ കൂടെ നിൽക്കണ്ട, ക്രിസാറിൻ്റെ കൂടെ നിൽക്കാം. ഇപ്പം 101 പവനല്ലേ വരുണ് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. എന്നാൽ ക്രിസാറിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്വർണ്ണ ഖനി തന്നെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു നിൽക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ക്രിസാറിൻ്റെ കൂടെയാണെന്ന് പറയുന്നു. പിന്നീട് മാനസയെ തന്നെയാണ് കാണിക്കുന്നത്. മാനസ വിഷമത്തോടു കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കുറച്ച് ദിവസമായിട്ട് നിനക്ക് എന്തോ വല്ലാത്ത പോലെ എനിക്ക് എന്തോ തോന്നുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അമ്മേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ ആൻറ്റിയമ്മ അങ്ങോട്ട് വരുന്നു കേട്ടോ. കാരണം മാനസം ഒന്നും തുറന്നു പറയരുത്, അതിന് വേണ്ടിയിട്ട് തന്നെ ഇവൾക്ക് ഓരോരോ പ്രശ്നം. കൃഷ്ണൻ ഇവളും തന്നെ ഓഫീഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അതിനൊക്കെ ഇങ്ങനെ എപ്പോഴും വിഷമത്തോടെ ഇരുന്ന് എങ്ങനെ ഇവർ ഈ പിള്ളേരുടെ ഒരു കാര്യം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മേ, ചോദിക്കട്ടെ ഞാനെന്ന് മാനസയുടെ അമ്മയോട് ചോദിക്കുന്നു. നീ എന്ത് വേണമെങ്കിലും എന്നോട് പറയുമെന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വശീകരണ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താണമ്മേ? അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മുടെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, അവർ രണ്ടുപേരും നല്ലവണ്ണം ചിരിക്കാട്ടോ ചെയ്യുന്നത്. ഈ പെണ്ണെ ഒരു അടിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഒരു പെൺകുട്ടിയാണ്. ഏത് പെണ്ണ് വിചാരിച്ചാലാണ് ഒരാണിൻ്റെ മനസ്സ് ഇളക്കാൻ സാധിക്കാത്തത്? നിനക്കിതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ മോളെ? പിന്നെ എന്തായാലും നിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീ എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് മാനസയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണനെ മയക്കിയെടുക്കാനായിട്ട് ഇതിന് വശീകരണ മന്ത്രം ഒന്നും പ്രയോഗിക്കേണ്ട, നീ ഇതൊന്ന് പ്രയോഗിച്ച് നോക്ക്. ഇതിൽ കൂടുതൽ ആൻ്റമ്മയ്ക്കൊന്നും പറയാനില്ല, ഇനിക്ക് നിൻ്റെ കയ്യിലാന്ന് പറഞ്ഞിട്ട് പോന്നു കേട്ടോ. ഒരു ചമ്മെന്ന കാര്യം തന്നെയാണ് അവിടെ സംസാരിച്ചത്. മാത്രമല്ല പിന്നീട് കൺമണിയെ കാണിക്കുന്നത്, അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വരുണ് അങ്ങോട്ട് വരുന്നിട്ട് വരണമാലയായിട്ട്. അതിനുശേഷം തന്നെ കൺമണി, ഇന്ന് നമ്മുടെ വിവാഹമാണെന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ കഴുത്തിൽ ആ വരണമാലയം ചാർത്താനായിട്ട് നോക്കുമ്പോൾ കൃഷ് അവിടെ നിന്ന് തടയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ, നീ എന്താ പണി കാട്ടി? നിന്നോടല്ലേ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്, നീ പോയില്ല അല്ലേ? ഇവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ പെണ്ണാണ്, ഞാൻ താലി കെട്ടിയത് ഇവളെയാണ്.
ഇനി ഈ മാലയോട് ചേർത്തിയാൽ ഞങ്ങളുടെ കല്യാണം പൂർണ്ണമായിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ മാല വാങ്ങിയതിന് ശേഷം കൺമണിയുടെ കഴുത്തിൽ ചാർത്തുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുൺ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു. അങ്ങനെ കൃഷ്ണൻ കൺമണിയും കെട്ടിപ്പിടിച്ച് ഒന്നാവുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഒരു നിമിഷത്തെ സ്വപ്നം പോലെയാണ് കേട്ടോ അത് കാണുന്നത് കൺമണി. എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കണം വിഘ്നേശ്വര എന്ന് പറഞ്ഞിട്ട് കൺമണി അവിടെ ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ സ്വപ്നമാണെങ്കിലും ഇതിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ കൺമണി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്ന കൺമണിയുടെ അച്ഛനെയും മേടത്തെയും ചേട്ടനെയും ഒക്കെയാണ്. അതിനുശേഷം തന്നെ അച്ഛനാണെങ്കിലോ ക്രിസ്സാറിൻ്റെ കാര്യം അവരോട് സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കൺമണി വിവാഹം കഴിക്കണോ മോനെ, കാരണം കൃഷി സാർ ഇവിടെ വന്ന് പെൺ ചോദിച്ചു എന്ന് പറയുന്നു. അച്ഛൻ അങ്ങനെയൊക്കെ പറയാം, കാരണം വരുണാണ് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിയത്. ഇനി അവനുമായിട്ട് കല്യാണം നടന്നിട്ടില്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മൾ, അത് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുന്നു. ആ സമയം കൺമണി അമ്പലത്തിൽ നിന്ന് പ്രസാദമായിട്ട് വരുന്നു. ഗോകുലെല്ലാം തന്നെ കേട്ടുകൊണ്ട് വിഷമത്തോട് ഇടിയിരിക്കുക. പക്ഷെ ധനലക്ഷ്മി ആണെങ്കിലോ അച്ഛനോട് ചാടിത്തുള്ളി സംസാരിക്കാണ്ട്, പെൺകുട്ടികളായി അഴിച്ചു വിട്ടതിന് ശേഷമാണ് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്നത്, അത് കാരണം അവൾ ഇപ്പോൾ കൂത്താടി നടക്കുന്നത് കണ്ടില്ലേ, ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിന് ഒരിക്കലും തന്നെ നടക്കില്ല. അച്ഛൻ എല്ലാ കാര്യങ്ങളും മറന്നു. ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വേണ്ട എന്ന് വെച്ചിട്ട് വേറെ നല്ല പുളിങ്കൊമ്പിലേക്ക് ചാടാനുള്ള പ്ലാൻ, അച്ഛനും ഇങ്ങനെ മകളും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ കൺമണി ദേഷ്യത്തോടു കൂടി വരാൻ നിൽക്കുന്നുണ്ട് ഗോകുലിൻ്റെ അടുത്ത്. അപ്പോഴത്തേനും ഗോകുൽ പറയുന്നത് അപ്പം അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നു. അച്ഛനും അമ്മയും നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല ഇപ്പോൾ എന്ന് പറയാം കേട്ടോ. എടാ നീ കണ്ടോ അച്ഛൻ എന്ത് വഴക്കാണ് ഏട്ടത്തി പറയുന്നത്, ഇന്നത് ശരിയാണോ, പാവം എൻ്റെ അച്ഛൻ, ഇതെന്തെങ്കിലും തെറ്ററിഞ്ഞോ, ഞാൻ ഇങ്ങനെ നടക്കുന്നത് എൻ്റെ അച്ഛൻ കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവൂടാ എന്ന് പറയുന്നു. ആയിക്കോട്ടെ അപ്പേ, അമ്മയും അച്ഛനും ആ ഒരു ലെവലാണ്, ഇപ്പോൾ അപ്പം അങ്ങോട്ട് പോയാൽ ആകെ പ്രശ്നമാവും എന്ന് പറയുന്നു. അപ്പോൾ ചേട്ടത്തിയാണെങ്കിലും മനോജാണെങ്കിലും ദേഷ്യത്തോട് സംസാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല. തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ കൺമണിയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനോജ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന അച്ഛൻ ഒരുപാട് സങ്കടമാവുന്നുണ്ട്, കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്ന കൺമണി സ്വന്തം കഴുത്തിലെ താലി പുറത്തെടുത്ത് നോക്കുക കേട്ടോ ചെയ്യുന്നത്. വിഷമത്തോടു കൂടി തന്നെ ആ താലിമാലയെ നോക്കി വിഷമത്തോട് കരയുന്നുണ്ട്. ഗോകുലും അത് സഹതാപത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അമ്മായിമാരെ കാണിക്കുന്നത്. അമ്മായിമാരാണെങ്കിലും ധനലക്ഷ്മി അതുപോലെ മനോജും പറയുന്ന കാര്യങ്ങളെല്ലാം അതിനുശേഷം തന്നെ അവളെന്തിനാ വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് അതിനുശേഷം തന്നെ അമ്മായിമാർ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ആ വരുൺ തന്നെയായിരിക്കും കൺമണിയെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്, അല്ലാതെ ഒരു കാര്യങ്ങളും ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവളോട് കൂടുതൽ സ്നേഹമൊന്നുമില്ലെങ്കിൽ തന്നെ അവളെ ഒന്ന് വട്ടമിട്ട് പിടിക്കാൻ തന്നെയാണ് വരുൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവനൊരു സൈക്കോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നൊക്കെ അമ്മായിമാർ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, മറ്റൊരു അമ്മായി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ക്രിസ്സാർ തന്നെ അവളെ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ വന്ന് പെണ്ണ് ചോദിച്ചത്, അല്ലെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷേ ചിലപ്പോൾ ക്രിസ്സാർ അവസാന ഘട്ടത്തിൽ മാക്ക് മാറ്റിയാലോ, ഇത്രയും കാലം അങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചത്. കല്യാണ ദിവസം മാക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത് ആ മാനസിക എന്തായാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട എന്ന് പറയുന്നു. പക്ഷേ ക്രിസ്സാറിൻ്റെ കൂടെ തന്നെ നിൽക്കാം എന്ന രീതിയിൽ തന്നെയാണ് അമ്മായിമാരുടെ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നല്ലൊരു പ്രമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.